ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. ശേഖർ കമല സംവിധാനം ചെയ്ത് ധനുഷ് ആൻഡ് നാഗാർജുന ഒന്നിക്കുന്ന പുതിയ ചിത്രം കുബേര. ഇതൊരു തെലുഗു മൂവിയാണ്. ഇതിന്റെ ഡബ്ഡ് വെർഷൻ തമിഴിലും ഉണ്ട്. ഞാൻ അതിന്റെ തമിഴ് വെർഷനാണ് കണ്ടത്. സിനിമ റിലീസൊക്കെ എടുക്കാറാകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഹൈപ്പൊക്കെ ബിൽഡ് ചെയ്ത് അത്യാവശ്യം മാർക്കറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ വന്ന ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെയാണ് ഞാൻ പോയത്. ഈ സിനിമ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തീം അല്ലെ, ഒരു കോൺസെപ്റ്റ് ഇതിനകത്തിലുണ്ട്. ഈ പറയുന്ന പേര് പറയുന്ന പോലെ തന്നെ കുബേര, ഒരു കുചേലൻ ടു കുബേര അല്ലെങ്കിൽ ഒരു പിച്ചക്കാരൻ ടു കുബേര, ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് എത്രമാത്രം ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചോദ്യചിഹ്നം വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ധനുഷ് ആൻഡ് നാഗാർജുന തന്നെയാണ്. ഈ ധനുഷിന്റെ ഒരു പിച്ചക്കാരൻ ക്യാരക്ടർ ഒരു കുബേരൻ ആയി തീരുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത്ര തന്നെ വലിയൊരു റിച്ച് ഗൈസുമായിട്ടാണ് പുള്ളി ഏറ്റുമുട്ടുന്നത്. ഒരു പിച്ചക്കാരനായിട്ടുള്ള ധനുഷ് അവതരിപ്പിക്കുന്ന ദേവ എന്ന് പറയുന്ന കഥാപാത്രം. ഇതിന്റെ ഇടയിൽ ഒരു മോറൽ ഡിലമ, അതായത് ഒരു ഗുഡ് ടു ബാഡിലേക്കും ബാഡ് ടു ഗുഡിലേക്കും ഒക്കെ മാറി മാറി കളിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളുടെ നാഗാർജുനയുടേത്. പ്ലസ് ഇതിനകത്ത് രശ്മിക മന്ദാന വരുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ആർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ലേഡി ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം ഒരു ക്യാരക്ടർ വന്നു നിന്ന് പോയി. അവര് എങ്ങനെ ഇങ്ങനെ ഒരു ക്രിഞ്ച് ഫെസ്റ്റിവൽ ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. അവരെ തേടി തന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കൗതുകം നിറഞ്ഞ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ റൺ ടൈം. അതായത് ഏതാണ്ട് 3 മണിക്കൂർ കൂടുതൽ ഈ സിനിമയുണ്ട്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു മെയിൻ കഥാപാത്രങ്ങൾ ഇതിനകത്തില് നാഗാർജുന ആൻഡ് ധനുഷ്. നാഗാർജുനയുടെ ഒക്കെ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ക്യാരക്ടേഴ്സ് പല വേരിയേഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു സമയത്ത് അവര് ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, പിന്നീട് ഒരു സ്ഥലത്ത് അവർക്കൊരു ചേഞ്ച് ഉണ്ടാകുന്നു, പിന്നെ അങ്ങനെ മാറുന്നു. പിന്നെ ഇതിനകത്തില് ഒരു റിച്ച് ഗൈസ് ഉണ്ട്, അതായത് വലിയ പണക്കാരായിട്ട് കാണിക്കുന്ന ഒരു ടീമുണ്ട്, അവരുടെ കാര്യങ്ങൾ, പിന്നെ അതിനകത്തിലെ പൊളിറ്റിക്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ 3 മണിക്കൂറിനകത്ത് കാണിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്നും വളരെ എൻഗേജിങ്ങോ ഇൻട്രസ്റ്റിങ്ങോ ആകാത്തടത്താണ് പടം ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആകുന്നുണ്ട് പലയിടത്തും. പിന്നെ ഇതിൻ്റെ അകത്തിലെ ഏറ്റവും നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇത് ധനുഷിന്റെയും ഈ പറയുന്ന നാഗാർജുനയുടെയും പെർഫോമൻസ് തന്നെയാണ്. ധനുഷൊക്കെ എന്ന് പറയുന്ന പുള്ളി ആ ഒരു ക്യാരക്ടറിലേക്ക് അതിനകത്തിൽ ഒരുപാട് ഈ പറയുന്ന ചേരി അല്ലെങ്കിൽ ഒരുപാട് ഈ ഗാർബേജ് ഏരിയകൾ, ഈ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലങ്ങൾ, അതിനകത്ത് നിന്നുള്ള കുറെ സീൻസ് ഒക്കെ ഇതിനകത്തിലുണ്ട്. അതിനകത്തിലൊക്കെ പുള്ളി അതിനകത്ത് അങ്ങ് ഇറങ്ങി നിന്ന് കളിക്കുന്ന പോലത്തെ രീതിയിലുള്ള പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നതൊക്കെ. ടെക്നിക്കലി ഇത് വളരെ നല്ല രീതിയിൽ സൗണ്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ വിഷ്വലി അങ്ങനെ തന്നെയാണ്. സിനിമാറ്റോഗ്രാഫർ നിഖിത് ബൊമിറഡി, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് തോന്നുന്നു. ആ ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ്. ഒരു ഡാർക്ക് പ്ലസ് ഒരു യെല്ലോയിഷ് ടോണിന്റെ ഒരു അതിപ്രസരം സിനിമ മുഴുവനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. മ്യൂസിക്കിലേക്ക് വരുമ്പോൾ റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദ്, സാധാരണ പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു മ്യൂസിക് ഒക്കെയാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. ഇതിനകത്ത് കുറച്ച് പുള്ളി ഒന്ന് മൈൽഡായിട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന പോലെയാണ് പുള്ളിയുടെ ഒരു മ്യൂസിക് ഫീൽ ചെയ്തത് ഈ സിനിമയ്ക്കകത്ത്. കുബേര എന്ന് പറയുന്ന ഒരു പ്ലോട്ട് വൈസ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് വൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു 3 hour ലോങ് ഒരു എക്സിക്യൂഷനാണ് ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു പാളിച്ചയായിട്ട് തോന്നിയത്. പലയിടത്തും ഇത് ഫ്ലാറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ധനുഷാണ്. രശ്മിയൊക്കെ അങ്ങ് മറന്നേക്കാം. പിന്നെ നാഗാർജുന പുള്ളി ഗംഭീരമായിട്ട് പുള്ളിയുടെ റോൾ ചെയ്തിട്ടുണ്ട്. ധനുഷിന്റെ ഒരു ആരാധകനാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സിനിമ ഒരു പ്രാവശ്യം കാണാനുള്ള ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1 ടൈം വാച്ച് പോലെ നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കുബേര. അല്ലാതെ ഇതിനകത്തിൽ ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല ഈ പറയുന്ന ധനുഷിന്റെ പെർഫോമൻസ് അല്ലാതെ. കുബേര.